ഹായ് ഫ്രണ്ട്സ്, നമുക്കെല്ലാം വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ് VLC പ്ലെയർ എന്ന് പറയുന്നത്. ഒരുപാട് ഓഡിയോ വീഡിയോ ഫോർമാറ്റുകൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്ലെയർ കൂടിയാണ് VLC പ്ലെയർ. നമ്മളെല്ലാം വീഡിയോ കാണാനും ഓഡിയോ കേൾക്കാനും ഒക്കെ ഉപയോഗിക്കുന്നൊരു പ്ലെയറാണ് VLC പ്ലെയർ. എന്നാൽ ഈ ഒരു VLC പ്ലെയർ ഉപയോഗിച്ചിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാമെന്ന് നിങ്ങൾ എത്ര പേർക്ക് അറിയാം? എങ്ങനെയാണെന്നല്ലേ നമുക്ക് നോക്കിയാലോ. അതിന് ആദ്യം നിങ്ങളെ VLC പ്ലെയർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ മുകളിലായിട്ട് മീഡിയയിൽ താഴെ നിങ്ങൾക്ക് കാണാം ഓപ്പൺ ക്യാപ്ചർ ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ക്യാപ്ചർ മോഡ് എന്നുള്ളത് ഡെസ്ക്ടോപ്പ് ആക്കി കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഫ്രെയിം റേറ്റ് ഉണ്ടാകും. ഫ്രെയിം റേറ്റ് മിനിമം 30 എങ്കിലും കൊടുക്കുക. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് 60 ആണ്. അപ്പോൾ അത് കൊടുത്തതിന് ശേഷം ഇവിടെ ഈ പ്ലേ എന്നുള്ളതിൻ്റെ തൊട്ടിപ്പുറം ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കാണാം. നിങ്ങൾക്ക് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കൺവേർട്ട് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്രൊഫൈൽ സെലക്ട് ചെയ്യാൻ പറയും. ആ പ്രൊഫൈൽ നിങ്ങൾ ഈ H.264+MP3 എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ ഈ ഒരു റെക്കോർഡ് ചെയ്ത ഫയൽ സേവ് ചെയ്യേണ്ടത് ആ ഒരു പാത്ത് നിങ്ങളിവിടെ ബ്രൗസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഡോക്യുമെൻറ്റ്സിലാണ് സെലക്ട് ചെയ്യുന്നത്. ഡോക്യുമെൻറ്റ്സിൽ ബെൻഡിഗം എന്നുള്ള ഈ ഒരു ഫോൾഡറിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതിനൊരു പേര് കൊടുക്കുക. ഞാനിവിടെ record.mp4 എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ സേവ് ചെയ്യാണ്. സേവ് ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ക്രീൻ ഇവിടെ റെക്കോർഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, താഴെ ഈ ഒരു ഭാഗത്ത് ഇവിടെ ടൈം പോകുന്നത് കാണാം. നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് സ്ക്രീനൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും VLCയിൽ വന്നതിന് ശേഷം ഇവിടെ ഈ സ്റ്റോപ്പ് എന്നുള്ള ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പം ഇപ്പോൾ ഈ ഒരു റെക്കോർഡ് സ്റ്റോപ്പായി. അപ്പോൾ സ്റ്റോപ്പായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മൾ കൊടുത്ത ഈ ഒരു ഡെസ്റ്റിനേഷനിൽ ആ ഒരു ഫയൽ സേവ് ആയിട്ടുണ്ടാവും. ഇനി അത് സേവ് ആയിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ബെൻഡി ക്യാമിൽ നമ്മളിവിടെ റെക്കോർഡ് എന്നാണ് കൊടുത്തത്. ജസ്റ്റ് ആ റെക്കോർഡ് എന്നുള്ളതിൽ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യാണ്. ഡബിൾ ചെയ്ത് VLCയിൽ അത് ഓപ്പൺ ചെയ്ത് വന്നു. നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഒരു റെക്കോർഡ് ആയിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ ഈ ഒരു സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കറക്റ്റായിട്ട് അവിടെ റെക്കോർഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേറെ സ്ക്രീൻ റെക്കോർഡർ ആപ്പുകളൊന്നും ഉപയോഗിക്കാതെ നിങ്ങൾക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.